കീരമ്പാറ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ആനശല്യം രൂക്ഷം. പരിഹാരമായി 1 കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടികൾ പൂർത്തിയായി. വന്യമൃഗശല്യം മൂലം പ്രദേശവാസികൾ ഏറെ ദുരിതമനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ രൂക്ഷമായ ആനശല്യത്തിന് താൽക്കാലിക പരിഹാരമായി 1 കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. 4 ദിവസങ്ങൾക്കുള്ളിൽ ഫെൻസിംഗ് പൂർത്തിയാക്കിയെന്ന് അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് പകൽ സമയങ്ങളിൽ പോലും കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തി തുടങ്ങിയതോടെ നാട്ടുകാർ കടുത്ത ആശങ്കയിലായിരുന്നു. ഈ സാഹചര്യത്തിൽ വാർഡ് മെമ്പർ ബിന്ദു പൗലോസിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് അടിയന്തര നടപടി സ്വീകരിച്ചത്. കീരമ്പാറ പഞ്ചായത്തിലെ 3-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശമാണിത്. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്ന് ഒരു 2.5 ആഴ്ചക്കാലം ഞങ്ങളൊരു പേടി സ്വപ്നത്തിലായിരുന്നു. രാത്രിയിലെ ഒരു 7 മണി 8 മണി ആകുമ്പോഴത്തേനും ആന എത്തും. പുലർക്കാലത്തിലാണ് ആന പോകുന്നത്. അപ്പോൾ ഈ മേഖലയിലുള്ള ആളുകളെല്ലാം ഉറക്കമുളച്ച് വീട്ടിലേക്ക് ഏത് നിമിഷം കടന്നു വരുന്നതെന്നുള്ള ആ ഭയത്തോടു കൂടിയാണ് ആളുകൾ, ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ, അതിൽ രോഗികളുണ്ട്, അല്ലാത്തവരെല്ലാം ഉള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇത് നേരിട്ട് കണ്ട നമ്മുടെ ഈ സമയത്ത് നമ്മൾ ആനയെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാച്ചർമാരുണ്ടായിരുന്നു, RRT അംഗങ്ങളുണ്ടായിരുന്നു, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ DOF ഇവിടെ കടന്നു വരികയും സാറ് ഈ അവസ്ഥ, ഈ ആന വന്ന് നിൽക്കുന്ന അവസ്ഥ നേരിട്ട് കാണുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് സാറ് അടിയന്തരമായിട്ടൊരു തീരുമാനമെടുക്കുകയായിരുന്നു. ഇവിടെ താൽക്കാലികമായിട്ടൊരു ഫെൻസിങ് നിർമ്മിക്കാമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ DOF അത് പ്രാവർത്തികമാക്കി. ഏകദേശം 1 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുള്ളത്. പദ്ധതിക്ക് ആവശ്യമായ തുക വനം വകുപ്പ് അനുവദിച്ചു. റേഞ്ച് ഓഫീസർ സഞ്ജീവിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും നാട്ടുകാരും ഫെൻസിംഗ് പൂർത്തിയാക്കാൻ മുന്നിട്ടിറങ്ങി. സ്കൂൾ കുട്ടികളടക്കം 100 കണക്കിന് ആളുകൾ ദിവസേന യാത്ര ചെയ്യുന്ന പ്രദേശമായതിനാൽ ഫെൻസിംഗ് സ്ഥാപിച്ചത് പ്രദേശവാസികൾക്ക് ആശ്വാസമാകും എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. എന്നാൽ നിലവിലെ ഫെൻസിംഗ് ശാശ്വത പരിഹാരമല്ലെന്നും ട്രഞ്ചിംഗ് ഉൾപ്പെടെയുള്ള കൂടുതൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളാണ് ആവശ്യമായതെന്നും ആശാപ്രവർത്തക സീമ വർഗീസും പ്രദേശവാസികളും അഭിപ്രായപ്പെട്ടു. നിലവിൽ ആരംഭിച്ച പ്രവർത്തനത്തിന്റെ തുടർച്ചയായി ശേഷിക്കുന്ന ഭാഗങ്ങളിലും ഘട്ടം ഘട്ടമായി ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.